പണ്ട് ചൈനയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ വളരെ വളരെ ചെറിയ സൈസേ ഉള്ളൂ ആ കുഞ്ഞിന്. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിപ്പം ചെറുതായിട്ടുള്ള കുഞ്ഞായിട്ട് തന്നെ വളർന്നു. എല്ലാവരുടെയും മുമ്പിൽ ഈ പയ്യൻ്റെ പേരൻസ് ഒരു തമാശ കഥാപാത്രമായിട്ട് സമൂഹത്തിൽ, കാരണം അവരുടെ മകൻ വളരെ വളരെ ഡാർഫ് കുഞ്ഞ് ആണ്. അപ്പോൾ ഈ ചെറുക്കനും വളർന്നു വന്നപ്പോൾ അവൻ്റെ ഉള്ളിലും ഈ ഒരു അപകർഷതാബോധം ഉണ്ടായി. വളരെ ചെറിയവൻ. അങ്ങനെ അവൻ കൗമാരപ്രായമായപ്പോൾ അവൻ്റെ ആ ഗ്രാമം വിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് പോകാം. കാരണം ഈ ഗ്രാമവാസികൾ ഇവരെ എന്നും ഒരു അവഹേളന കഥാപാത്രമാക്കി വെച്ചിരിക്കുകയല്ലേ. ജനിച്ചപ്പോൾ മുതൽ തന്നെ കുഞ്ഞ്, ചെറിയ സൈസ്. അങ്ങനെ ഇവൻ മറ്റൊരു പട്ടണത്തിലേക്ക്, അങ്ങനെ വനമധ്യേ ഇവനൊരു വനത്തിലൂടെയാണ് യാത്ര ചെയ്തത്. അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ ആ പട്ടണത്തിലെ രാജ്ഞി കാണാനിടയാവുന്നു. അപ്പോൾ ഈ രാജ്ഞിയും തൻ്റെ ഭടന്മാരും ആയിട്ട് വനത്തിൽ ഒരു വിനോദയാത്ര പോലെ വന്നിരിക്കുകയാണ്. അന്നേരമാണ് ഒരു സിംഹം ഈ ഭടന്മാരെ ആക്രമിക്കുകയും ഏതാണ്ട് ഈ രാജ്ഞിയും പ്രിൻസസ് കൊല്ലപ്പെടും എന്നൊരവസ്ഥയിൽ. അപ്പോഴത്തേക്ക് ഇവൻ ചാടി മുന്നിൽ വീണു. ഇത് കണ്ടിട്ട് നമ്മുടെ ഈ കുഞ്ഞൻ മുന്നിൽ വീണു. സിംഹം ഈ കുഞ്ഞിനെ വിഴുങ്ങി. അങ്ങനെ ഇവൻ ചെറുതാണല്ലോ, അപ്പോഴേ ഈ സിംഹത്തിൻ്റെ ഉദരത്തിലേക്ക് ഇവൻ ചെല്ലുകയും, എന്നാൽ ഇവൻ ദൂരെ യാത്രയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് ഇവൻ്റെ അച്ഛൻ ഇവൻ്റെ കയ്യിലൊരു കത്തി കൊടുത്തിരുന്നു. ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് സിംഹത്തിൻ്റെ വയറ് പിളർന്ന് ഇവൻ പുറത്ത് വന്നു. അങ്ങനെ രാജ്ഞിയെ രക്ഷിച്ച രാജകുമാരിയാണ്, രാജ്ഞി ആകേണ്ടവൾ രാജകുമാരിയായിട്ടുള്ളവളെ രക്ഷിച്ചു. അങ്ങനെ ഈ കുറിയവൻ ഈ പട്ടണത്തിലെ കൊട്ടാരത്തിൽ ഹീറോ ആയി. ഒടുക്കം ഈ രാജകുമാരി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ്റെ തലയിലെഴുത്ത്, ഇവൻ്റെ വിധി മാറി എന്നുള്ളത് കഥ, പഴയൊരു കഥ. അതിനാൽ എന്ന് ആരുടെ തലയിലെഴുത്ത് എപ്പോൾ എങ്ങനെ മാറും എന്ന് പറയാൻ പറ്റില്ല. അതിനാൽ നമ്മുടെ ശരീരം ജന്മനാൽ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ സ്വീകരിക്കുകയും മറ്റുള്ളവർ എങ്ങനെയാണോ അവരെയും അതുപോലെ സ്വീകരിക്കാൻ പഠിക്കുകയും ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരിലും ദൈവ ചൈതന്യം തന്നെയാണ്. ആര് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ മറ്റുള്ളവർക്ക് രക്ഷ ഏകും എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരാളുടെ ഭയങ്കരമായ ശാരീരിക വലിപ്പമോ ഒന്നും വില പോകത്തില്ല. ഇയാളുടെ സമയത്ത് സംയോജിതമായിട്ടുള്ള സമീപനം ആണ് ഈ രാജകുമാരി രക്ഷിച്ചത് എന്നതുപോലെ ഉള്ളതാണ് നമ്മുടെ വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ, അറിവിൻ്റെ മുത്തുകൾ എന്ന ധ്യാന ഉക്കുലേലെ മെഡിറ്റേഷൻസ്, നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്. വരിക. ഞാൻ കൊല്ലം ഐത്തിരിലെ മെഡിറ്ററീന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. സുഗന്ധം, സംഗീതം, ധ്യാനം, അറിവ്, ഇതാണ് നമ്മുടെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. ധ്യാനം, അറിവിലൂടെ ജീവിതം ധന്യവും പുണ്യവും വിജയകരവുമാക്കി തീർക്കുക. 9605743596 ആണ് എൻ്റെ നമ്പർ. അതുകൊണ്ട് ആരും ശരീരവലിപ്പം കൊണ്ട് ചെറുത് എങ്കിൽ പോലും സമയത്ത് വലിയ ശരീരമുള്ളവൻ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മെ രക്ഷിക്കുക. മനസ്സും ഉണ്ട്, അല്ല ശരീരത്തിൻ്റെ വലിപ്പം ചെറുതും അല്ല, മനസ്സ് ഒരു വലിയ കാര്യമാണ് തന്നെയാണ്. അതിനാൽ വരിക, വലിയ മനസ്സിന് ഉടമസ്ഥർ ആയിത്തീരുക. നമ്മിലെല്ലാവരിലും
ആ വലിയ ഉടമകളാണ്, വലിയ ഊർജം ആണ് നമ്മിൽ ഉള്ളത് എന്ന് തിരിച്ചറിയുക. എല്ലാവർക്കും നന്മയും നല്ലതും മംഗളവും ഭവിക്കട്ടെ.